ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിബു കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബീഫ് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. ഒരു 3 കിലോയുടെ ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡാൽഡ ഇട്ട് കൊടുക്കാം. 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഡാൽഡ ഇട്ട് കൊടുക്കാം. ഈ ഡാൽഡയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1.5 കിലോ സവോള ചെറുതായിട്ട് അരിഞ്ഞാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡാൽഡയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകൊക്കെ നല്ലോണം വഴന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ വഴന്നു നല്ല ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ബിരിയാണി ചെയ്യുമ്പം അതിനോട് തന്നെയാണ് നമ്മൾ ചോറും ചെയ്തു പോകേണ്ടത്. കാരണം ഒന്നിച്ചിടേണ്ട സാധനമല്ല. അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു അടപ്പിൽ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ചെറുനാരങ്ങ നീരാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം.
ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, അത് തുടർന്ന് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.